ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിനില. ഞാനിപ്പോൾ ഉള്ളത് ജെറുസലേമിലെ ഓഗസ്ത വിക്ടോറിയ ചർച്ചിൻ്റെ മുമ്പിലാണ്. വളരെ മനോഹരമായ ഒരു ദേവാലയമാണ്. നമുക്കപ്പം ദേവാലയത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ജെറുസലേമിലെ ഒലിവ് മലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ഓഗസ്ത വിക്ടോറിയ പള്ളി. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ജർമ്മൻ കൊട്ടാരം പോലെ തോന്നിക്കുന്ന ഈ മനോഹരമായ പള്ളി ജെറുസലേമിലെ പ്രത്യേക ഇളം നിറമുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 100-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കെട്ടിടത്തിന്റെ ഭംഗിയും ഉറപ്പും ഇന്നും അതേപടി നിലനിൽക്കുന്നു. 1898 ജർമ്മൻ ചക്രവർത്തിയായ കൈസർ വിൽഹേം രണ്ടാമനും ഭാര്യയായ ഓഗസ്ത വിക്ടോറിയയും ജെറുസലേം സന്ദർശിച്ചതിനെ തുടർന്നാണ് ഈ പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 1907 നിർമ്മാണം ആരംഭിച്ച് 1910 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ ഉൾഭാഗം നോക്കാം. അതിമനോഹരമായ വളവുകളുള്ള മേൽക്കൂര, ലളിതവും ശാന്തവുമായ പ്രാർത്ഥനാ അന്തരീക്ഷം, മനോഹരമായ ബലിപീഠം, വർണ്ണാഭമായ ചില്ലുജാലകങ്ങൾ, ഇവയെല്ലാം ഈ പള്ളിയുടെ ആത്മീയ സൗന്ദര്യം കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാൻ സഹായിക്കുന്നു. ഇവിടെ പ്രവേശിക്കുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക സമാധാനം അനുഭവപ്പെടും. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഉയരമേറിയ മണിമാളികയാണ്. ഇവിടെ നിന്ന് ജെറുസലേമിൻ്റെ പഴയ നഗരവും ഒലിവ് മലയും അതിമനോഹരമായി കാണാൻ കഴിയും. ഒന്നാം ലോക മഹായുദ്ധവും 1927 ഭൂകമ്പവും ഉൾപ്പെടെ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് ഈ സ്ഥലം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്ന് ഇതൊരു പള്ളി മാത്രമല്ല, അനേകം ആളുകൾക്ക് ചികിത്സയും പ്രത്യാശയും നൽകുന്ന ആശുപത്രിയും തീർത്ഥാടകർക്കുള്ള വിശ്രമ കേന്ദ്രവുമായാണ് പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മനുഷ്യസേവനത്തിൻ്റെയും മനോഹരമായ സംഗമമാണ് ഓഗസ്ത വിക്ടോറിയ. ജെറുസലേമിൽ എത്തുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്.